ബ്രോമാൻസ് എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് ഫ്ലിക്കായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 20-30 മിനിറ്റ് അല്ലാണ്ട് എനിക്ക് പടം 1.5 മണിക്കൂർ ബാക്കി കണക്ട് ആയിട്ടില്ലായിരുന്നു. പിന്നെ പെർഫോമൻസുകളും പ്രത്യേകിച്ച് പറയാൻ അർജുൻ അശോകനൊക്കെ ആ രോമാഞ്ചത്തിലെ ആ ഒരു ക്യാരക്ടറിന് ഇപ്പോഴും വിട്ടു വന്നിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളി അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഈ പടത്തിലെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ചിലർക്ക് കണക്ട് ആവുമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് ഞാൻ 20-30 മിനിറ്റ് പടം കുറച്ചും കൂടെ എൻഗേജിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ചേഞ്ച് ആണ് എൻഗേജിംഗ് ആക്കിയത്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ പുള്ളിയുടെ രോമാഞ്ചത്തിൽ ആ ക്യാരക്ടർ വീണ്ടും ഇങ്ങനെ കയറുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മാത്യു ആണെങ്കിലും ഈ പടത്തിനകത്ത് ഹാർട്ട് റേറ്റ് ഇങ്ങനെ കൂടുന്ന സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവും. ആ ആക്റ്റീവ് ആവുന്ന സമയത്ത് പുള്ളി കാണിക്കുന്ന റിയാക്ഷൻസ് എനിക്ക് ഓവർ ആക്ടിംഗ് ആയിട്ടാണ് തോന്നി. സീരിയസ്ലി അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടില്ലാതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കത് ഓവർ ആക്ടിംഗ് പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പടം വെച്ച് ഹൈ ആക്കി കൊണ്ടുപോകുന്നത് നമ്മുടെ അമൽ ഡേവിസ് ആണ്. അമൽ ഡേവിസിന്റെ ക്യാരക്ടർ പുള്ളി ചെയ്തിരിക്കുന്ന രീതിയെല്ലാം പക്കാ നൈസാണ്. നമുക്കെല്ലാം അങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടാവും, അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ പുള്ളി നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കഥയും നമുക്ക് എന്താണ് ഒരു ട്വിസ്റ്റോ ഒന്നുമില്ല. നമ്മുടെ മാത്യുവിന്റെ ചേട്ടൻ തട്ടിക്കൊണ്ട് പോകുന്ന ഇവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഇയാളെ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് പടത്തിന്റെ ബേസിക് ത്രെഡ്. ഇത് 2 സോങ്സും എടുത്തേക്കുന്ന രീതിയൊക്കെ നൈസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പാട്ടുണ്ട്, അത് ക്ലൈമാക്സ് ആയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് രണ്ടും നമുക്ക് തിയേറ്ററിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഫൈറ്റും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ആവറേജിലും താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പടം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, ഡു കമന്റ്.